മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി കിടങ്ങാലിൽ PC മാത്തുണ്ണിയുടെയും കടുതിട്ട് അന്നമ്മയുടെയും മകളായ സിസ്റ്റർ സൂസൻ ജോണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. IPC കേരള സ്റ്റേറ്റ് വിമൺ ഫെലോഷിപ്പ് ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിലും യുണൈറ്റഡ് പെന്തക്കോസ്ത് വുമൻസ് കൗൺസിൽ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിലും സുവിശേഷത്തിന്റെ വയലുകളിൽ പ്രശോഭിക്കുകയാണ് സിസ്റ്റർ സൂസൻ ജോൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എൻ്റെ പേര് സൂസൻ ജോൺ. ഞാൻ IPC കേരള സ്റ്റേറ്റ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും വിമൻസ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ വേലയിലുമായിരിക്കുന്നു. ദൈവം തന്ന ഈ നല്ല പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സാക്ഷ്യം ആർക്കെങ്കിലും പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അത് ഉതകട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കോഴഞ്ചേരി കിടങ്ങാലി കുടുംബത്തിൽ PC മാത്തുണ്ണിയുടെയും കാതേട്ട് കുടുംബത്തിൽ അന്നമ്മ മാത്തുണ്ണിയുടെയും 5ാമത്തെ മകളായിട്ട് ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ അമ്മ ഒരു CMSലെ ഉപദേശിയുടെ മകളായിരുന്നു. എന്നാൽ ഞങ്ങൾ സാമൂഹികമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കി. എൻ്റെ പപ്പയോടുള്ള ബന്ധത്തിൽ, ഒരു അസുഖത്തോടുള്ള ബന്ധത്തിലാണ് ആദ്യമായി കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായത്. എൻ്റെ അമ്മ ഒരു ഉപദേശിയുടെ മകളായിരുന്നു എങ്കിലും പെന്തക്കോസ്തുകാരുമായി ഇടപെടുവാൻ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഭർത്താവിനെ ദൈവം അസുഖത്തിൽ കൂടെ പിടിച്ച് ഏറ്റവും മനോഹരമായ ഒരു കുടുംബത്തിലായിരുന്നു എങ്കിലും വളരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്നാൽ 7 മക്കളുണ്ടായിരുന്ന എൻ്റെ അമ്മ അന്ന് എൻ്റെ അപ്പൻ പറഞ്ഞു, 7 കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. എൻ്റെ ആൾക്കാരോട് നിൻ്റെ ആൾക്കാരോട് ഒന്നും ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു, കർത്താവ് തന്ന ജീവൻ ഞാൻ ഒരിക്കലും സ്വന്തമായി എടുക്കില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് താൻ മുന്നോട്ട് പോകുവാനിടയായി. തുടർന്ന് പിന്നെയും 4 കുഞ്ഞുങ്ങൾ അവരുണ്ടായി. ഞങ്ങൾ 11 സഹോദരങ്ങളാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ സുവിശേഷ വേല ചെയ്യുന്നവർ തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ 16ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഞാൻ 16ാമത്തെ വയസ്സ് വരെയും ഒരു മർത്തോമക്കാരിയായി ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. കാരണം എൻ്റെ 4ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയും അപ്പനും രക്ഷിക്കപ്പെട്ടു. അന്നു മുതൽ ഞങ്ങൾക്ക് ആഭരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തരില്ല. അന്നത്തെ ആദിമ ഘട്ടത്തിലെ കാലഘട്ടമായതുകൊണ്ട് ഒത്തിരി പരിഹാസങ്ങളും നിന്ദകളുമൊക്കെ സ്കൂളുകളിൽ പോകുമ്പോൾ നമുക്കുണ്ടായിരുന്നത് കൊണ്ട്, ആഭരണമൊന്നും ധരിക്കാൻ തരാത്തത് കൊണ്ട്, ഒരുപാട് അപമാനവും നിന്ദതയൊക്കെ ഏറ്റതുകൊണ്ട് ഈ പെന്തക്കോസ് വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ 16ാമത്തെ വയസ്സിൽ എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതിനു മുമ്പ് ബൈബിള് വായിക്കുകയും വാക്യമത്സരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും പാടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എന്നാൽ 16ാമത്തെ വയസ്സിൽ കർത്താവ് നേരിട്ട് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. കർത്താവ് തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ് കർത്താവ് എന്നെ നേരിട്ട് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് കടന്നു. എന്നാൽ വിശ്വാസ സ്നാനമേൽക്കുവാൻ ഞാൻ വളരെ വൈഷമ്യമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി റിബലായി നിൽക്കുവാനിടയായി തീർന്നു. അത് ലോകത്തിൽ നടക്കുന്നതൊരു അനാചാരമാണെന്ന് വരെ ഞാൻ പറയുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് എന്നെ അതും ബോധ്യമാക്കി തീർക്കുവാനിടയായി. ലോകത്തിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യം ലഭിക്കാനിടയായി തീരില്ല എന്നുള്ള ഒരു കാര്യം
ദൈവം എന്നെ ബോധ്യപ്പെടുത്തുവാനിടയായി. ഞാൻ പെട്ടെന്ന് തീരുമാനമെടുത്തു. 1984 ഫെബ്രുവരി മാസം 8-ാം തീയതി ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. ചില മാസങ്ങൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണെന്നും ഒക്കെ എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തിയെങ്കിലും ഞാൻ അതിനും റിബലായി നിൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഏകയായി ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു രാത്രി 12 മണി മുതൽ എന്നോട് കർത്താവ് സംസാരിക്കുകയും ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സാക്ഷ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകട്ടെ. എൻ്റെ അമ്മയാണ് ആദ്യമായി ഈ വലിയ കുടുംബത്തിൽ നിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. അന്ന് അമ്മയുടെ സഹോദരന്മാർ പറയുവാനിടയായി തീർന്നു, നീ പെന്തക്കോസിലേക്ക് കടന്നുപോയി ഒരു ശവമടക്കോ ഒരു പെൺകുഞ്ഞിനെ കെട്ടിക്കുമ്പോഴോ ഞങ്ങളാരും 350 പടണി കടന്നാലും ഞങ്ങളാരും വരില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അനേക പാസ്റ്റർമാർ അമ്മയുടെ ഭവനത്തിലുണ്ട്. അമ്മയുടെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ ഈ അനുഭവത്തിൽ വരുവാനും അവരുടെ മക്കളൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കൗമാരകാലത്ത് തന്നെ പാരമ്പര്യ വിശ്വാസ പ്രമാണങ്ങളെ വിട്ടെറിഞ്ഞ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് സഞ്ചാര സുവിശേഷിക എന്ന നിലയിലും കൺവെൻഷൻ പ്രാസംഗിക എന്ന നിലയിലും ക്രിസ്തുവിൻ്റെ വചനവുമായി അനേക ഇടങ്ങളിലേക്ക് സിസ്റ്റർ സൂസൻ ജോൺ കടന്നു ചെല്ലുന്നു. ഞങ്ങൾ ബന്തക്കോസിലേക്ക് പോയത് കാരണം ഒത്തിരി കഷ്ടതകളും പട്ടിണികളും ഒക്കെ ഏൽക്കുവാനിടയായി തീർന്നു. അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള ഭവനത്തിലാണ് ജനിച്ചതെങ്കിലും അന്നത്തെ കാലത്ത് വളരെയേറെ കഷ്ടവും പട്ടിണിയും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെയായി മുന്നോട്ട് പോകുവാനിടയായി. എൻ്റെ മാതാപിതാക്കൾ ഒരു മരുന്ന് പോലും ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തികളല്ല. എൻ്റെ അപ്പൻ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. നേരല്ലാതെ താൻ വേറെ ഒന്നും ഒരിക്കലും സംസാരിപ്പാനിടയായി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചു, എനിക്ക് നിന്നെ ആവശ്യമാണ്, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് കർത്താവ് എന്നോട് സംസാരിപ്പാനിടയായി. എൻ്റെ ഭവനത്തിൽ അത് നല്ല ഒരു വാർത്തയായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മാംസരക്തങ്ങളോട് നീ അനുവാദം ചോദിക്കാതെ എനിക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറയാനിടയായി. പല ദൈവദാസന്മാരും ഭവനത്തിൽ വന്ന് എന്നോടത് പറയുവാനിടയായി തീർന്നെങ്കിലും ഞാൻ അവരെയൊക്കെ അവഗണിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരിയായ അല്ലെങ്കിൽ പെൺകുട്ടിയായ എനിക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയില്ല. ഒരുപാട് പുരുഷന്മാരുണ്ടല്ലോ, അവരെ കർത്താവ് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിഘടിച്ച് ഞാൻ നിൽക്കുവാനിടയായി. എന്നാൽ എൻ്റെ കർത്താവ് ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞു, മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ നീ ഇറങ്ങണമെന്ന് പറയാനിടയായി. ഞാൻ കർത്താവിനോട് ചില ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. കർത്താവ് അതിനെല്ലാം എനിക്ക് മറുപടി തരുവാനിടയായി തീർന്നു. അന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ തന്നെ ദൈവം എന്നെ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നിറച്ചു. ഈ കഴിഞ്ഞ 38 വർഷമായി ദൈവം ആ ശുശ്രൂഷയിൽ കൂടെ എന്നെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക രാജ്യങ്ങളിൽ പോകുവാനിടയായി തീർന്നു. അനേകർക്ക് തണലായും താങ്ങായും നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ചു. ഇന്ന് വരെയും കർത്താവ് തന്ന ദൂതുകൾ അത് സത്യമായി തന്നെ പറയുവാൻ കർത്താവ് ഇടയാക്കി. അനേകർക്ക് അത് വിടുതലിന് കാരണമായി തീരുവാനിടയായി തീർന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഞങ്ങളുടെ അമ്മയുടെയും അപ്പൻ്റെയും സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5-ാമത്തെ മക്കളിൽ
5-ാമത്തേതും പെൺമക്കളിൽ 3-ാമത്തെയും ആളായിരുന്നു. ഞങ്ങളെ 11 പേരെ വളർത്തുവാനും അന്നത്തെ കാലത്തെ പട്ടിണിയും അതുപോലെ തന്നെ നിഷ്കളങ്കനായ നേരുള്ള മനുഷ്യനായതുകൊണ്ട് മറ്റുള്ള വഴികളിൽ കൂടെ മുന്നോട്ട് പോകുവാൻ കഴിയാത്തത് കൊണ്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയാതെ വന്നു. കാരണം ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് എന്നെ അവിടെ വിട്ടേച്ച് പാലക്കാടിൻ്റെ പ്രദേശത്തേക്ക് അവർ കടന്നു പോകുവാനിടയായി. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നത്തേതിൽ ഞാനത് സ്വന്തമായി പഠിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എന്നെ ഇടയാക്കി തീർത്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നത്. 1988 ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങുവാനിടയായി തീർന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ വളരെ പ്രതികൂലവും പ്രയാസവുമായിരുന്നു. എൻ്റെ സ്വകാര്യ സമ്പത്ത് അല്ലെങ്കിൽ സ്വകാര്യ സമ്പത്തായി ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന ഒരു 110 രൂപയും കൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനിടയായി തീർന്നത്. ഇന്നത് പറയുമ്പോൾ ഒന്നുമില്ലെന്ന് നമ്മൾ ചിന്തിച്ചാലും അന്നത് ഭാരമേറിയ ഒരു കാര്യമായിരുന്നു. ഞാൻ അതുമായി ഒരു ലേഡീസ് ഹൈസ്കൂളിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. എനിക്ക് ട്രെയിനിങ് അവിടെയായിരുന്നു ഏറ്റവും ആവശ്യം. അവിടുത്തെ ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ബഥേലാശ്രമത്തിലെ ട്രെയിനിങ്ങിലാണ് ഞാൻ മുന്നോട്ട് പോകുവാനിടയായി. എന്നെ ഒരു തികഞ്ഞ സുവിശേഷ വേലക്കാരിയായി, തീഷ്ണതയുള്ള വേലക്കാരിയായി എന്നെ തീർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അവരെ ഉപയോഗിക്കുവാനിടയായി. തുടർന്നുള്ള 7 കൊല്ലങ്ങൾ ഞാൻ അവിടെ നിൽക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കടന്നുപോയി കർത്താവിനെ സാക്ഷീകരിപ്പാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തു. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 94 എൻ്റെ വിവാഹം പാസ്റ്റർ ജോൺ തോമസുമായി നടക്കുവാനിടയായി തീർന്നു. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് അനേകർ ഉദ്യോഗസ്ഥർ, അനേക ജോലിക്കാരൊക്കെ എനിക്ക് വിവാഹാലോചനയുമായി കടന്നു വന്നപ്പോൾ കർത്താവിന് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് സുവിശേഷകനെ വിവാഹം കഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി. അതിനകത്ത് പോലും എനിക്കൊരു സാക്ഷ്യമുണ്ട്. കർത്താവ് നേരത്തെ തന്നെ കർത്താവിൻ്റെ ദാസനെ എനിക്ക് കാണിച്ചു തരികയും എന്നോട് ദൂത് പറയുകയും ചെയ്തു. അതനുസരിച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എപ്പോഴും പുതിയ സ്ഥലങ്ങളിലെ വേലയ്ക്കായിട്ടാണ് കടന്നു പോകുവാനിടയായത്. പലയിടത്ത് കടന്നു ചെന്നു. പട്ടിണി കിടന്നിടത്ത് ഉണ്ട്, വാടക വീടുകളിൽ, വീട് ലഭിക്കാതെ കടകളിൽ ഒക്കെ താമസിക്കേണ്ട അവസ്ഥകളൊക്കെ ഒത്തിരി വരുവാനിടയായി തീർന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രചോദനത്തിന് വേണ്ടി കർത്താവ് എന്നെ ചില മരണങ്ങളിൽ നിന്ന് വിടുവിച്ച കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 98 ഞാൻ മോള് 95 ഉണ്ടാകുവാനിട, എനിക്കൊരു മോളും ഒരു മോനുമുണ്ട്. എനിക്ക് 95 മകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ മകള് ജനിച്ചതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആകാനിടയായി. എന്നാൽ അത് 2 പ്രഗ്നൻസി ആയിരുന്നു. ഞാൻ ഏറ്റവും മോശമായ രീതിയിൽ കൂടെ കടന്നുപോയി. കാരണം എനിക്ക് പെട്ടെന്ന് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകുകയും എനിക്ക് മരണതുല്യമായി തീരുകയും എന്നെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവർ പറഞ്ഞു ഒരിക്കലും ജീവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു എന്നെ. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ഭാഗ്യം പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാനിടയായി. അതിനുശേഷം ആ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെ ഓപ്പറേഷൻ ചെയ്യുവാനായി അവർക്ക് ബ്ലഡിൻ്റെ റിസൾട്ട് നോക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ എൻ്റെ ബ്ലഡെല്ലാം ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് ആകുവാനിടയായി തീർന്നു. എന്നാൽ ഡോക്ടർ പിന്നത്തേതിൽ എന്നോട് സംസാരിച്ചത് ഒരു പാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുവാനിടയായി തീർന്നെന്ന്. കാരണം എൻ്റെ പ്രഷർ 35 ആയിരിക്കുമ്പോഴാണ് എന്നെ ഓപ്പറേഷൻ
ഓപ്പറേഷൻ ചെയ്യുവാനിടയായത്. എനിക്കറിയാമായിരുന്നു ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പെൺകുഞ്ഞിനെ എൻ്റെ ഭവനത്തിൽ കൊണ്ടാക്കി ഞാൻ വന്നു. പക്ഷേ ദൈവം അവിടെയും എന്നോട് കൂടെ ഇരുന്നു. ഞാൻ മിഷൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ എന്നെ ഗൈനി വാർഡിൽ 20 പേഷ്യൻ്റ് ഉള്ള ഒരു വാർഡിലാണ് എന്നെ ആക്കുവാനിടയായി തീർന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ ബന്ധനം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകണമെന്ന് പറഞ്ഞു. ഞാൻ പോയ വഴിക്ക് എൻ്റെ കൈ ഒടിഞ്ഞിരുന്നു. എനിക്ക് ബ്ലഡ് ഇല്ലാതെ ബ്ലഡ് കയറ്റുന്നുണ്ടായിരുന്നു. ഏറ്റവും ശോചനീയമായി ആ വാർഡിൽ കിടന്നത് ഞാനാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രത്യാശയോടുകൂടെ ആയിരുന്നത് ഞാനാണ്. തീർച്ചയായിട്ടും അവിടെ ചിലരോട് സുവിശേഷം പറയുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ ദൈവം എന്നെ വിടുവിച്ചു. എന്നാൽ ഞാൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് 8 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ മകളെ ഉറക്കി കിടത്തിയിട്ട് കട്ടിലിൻ്റെ സൈഡിൽ തറയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൺകുഞ്ഞില്ല. കുടുംബം നിലനിർത്തുവാൻ ഒരാൺകുഞ്ഞ് വേണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മടിയിൽ ഒരാൺകുഞ്ഞിനെ ദൈവം ദർശനത്തിൽ കൊണ്ട് കാണിച്ചു തരുവാനിടയായി തീർന്നു. ഞാനത് സ്തോത്രം ചെയ്ത് വാങ്ങിച്ചു. ഒരിക്കലും ഞാൻ പിന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാകാനിടയായി. ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇനിയും ഒന്ന് പ്രഗ്നൻ്റ് ആയാൽ തന്നെ അടുത്ത ട്യൂബിലാകാനാണ് സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് ഞങ്ങളെ അറിയിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ അങ്ങനെ അറിയിച്ചു. അവിടെ ചെന്നപ്പോൾ അടുത്ത ട്യൂബിലാണെന്ന് കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, കർത്താവ് തന്നത് കർത്താവ് നന്നായി ചെയ്യും എന്നുള്ളത് കർത്താവ് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ട്യൂബിലാണെന്ന് മനസ്സിലാകുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ നോ പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു. ആ ട്യൂബിലുണ്ടായിരുന്ന പ്രഗ്നൻസി എൻ്റെ യൂട്രസിനകത്ത് വരുവാനും അങ്ങനെയാണ് എനിക്ക് മകനെ ലഭിക്കാനിടയായത്. ഞാൻ ഒരു സാക്ഷ്യം കൂടെ, ദൈവം വിടുവിച്ച ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ മോന് അങ്ങനെ എൻ്റെ മകൻ എനിക്ക് ദൈവം തന്നു. മകനെ തന്നെ ദൈവം എനിക്ക് തന്നു എന്നുള്ളത് മാത്രമല്ല, 1.25 വയസ്സായപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, തെക്കൻ ജില്ലയുടെ തെക്കേ അറ്റത്ത് ചെല്ലാൻ പറഞ്ഞു. അവിടെ പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അന്ന് അവന് 1.25 വയസ്സാണ്. ആ സമയത്ത് അവന് പ്രത്യേക ഒരു രോഗം വരുവാനും ആ രോഗം വന്ന സമയത്ത് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനും ഇടയായി തീർന്നു. 3 മണിക്കൂറോളം എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ കുഞ്ഞിനെ എൻ്റെ ഭർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഞാൻ ബെഡ്റൂമിൽ കയറി കൈ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്നതാണ്, ഈ കുഞ്ഞിനെ ജീവനോടെ എനിക്ക് തരണമെന്ന് ഞാൻ പറയാനിടയായി. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം അവന് ദൈവം വീണ്ടും ജീവൻ കൊടുത്തു. ഡോക്ടേഴ്സ് വിധി എഴുതി അവൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. ഭർത്താവ് ക്രൈസ്തവ ഗ്രന്ഥകാരനും സഞ്ചാര സുവിശേഷകനും ചുനകര നോർത്ത് IPC ബേതേൽ സഭാ ശുശ്രൂഷകനുമായ പാസ്റ്റർ ജോൺ തോമസിനൊപ്പം സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലും സഹോദരി സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി സുവിശേഷത്തിന്റെ വയലുകളിൽ ജീവിതം തുടരുകയാണ് സിസ്റ്റർ സൂസൻ ജോൺ. പല ഡോക്ടേഴ്സിനെയും ഞങ്ങൾ കാണിച്ചു. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അവനൊരു വലിയ ഓപ്പറേഷന് വിധേയനാകണം. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ഈ ലോകത്തിൽ ഒരു നല്ല പൈതലായിട്ട് ജീവിക്കാൻ കഴിയില്ല, ഒരു മന്ദബുദ്ധിയായ പൈതലായി കിടക്കും എന്നാണ് പറയുവാനിടയായത്. എന്നാൽ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവം അവനെ ജീവനോടെ ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ഞാൻ ചുരുക്കിയാണിത് പറയുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതം അത്ര വലിയതായിരുന്നു. കർത്താവ് അവനെ ഒരു കേടുപാടുമില്ലാതെ മന്ദബുദ്ധിയാകുമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എൻ്റെ കർത്താവ് എൻ്റെ മകനെ 10ാം ക്ലാസ്സിൽ 93% മാർക്കോടുകൂടെ അവൻ പാസ്സാകുവാനിടയായി. ഇന്ന് 26 വയസ്സ് തികഞ്ഞവനായി
യൂറോപ്പിൽ പോയി പഠിച്ച് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. അതുമാത്രമല്ല, ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പൂവാറിൻ്റെ ദേശത്ത് ദൈവം അയച്ചതനുസരിച്ച് കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ പൂവാറിലേക്ക് കടന്നു പോകുവാനും 2001 മുതൽ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനും ഇടയായി. അവിടെ സ്ഥലവും കെട്ടിടങ്ങളും ഒക്കെ ദൈവം തരുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ ഒരു സഭ ഉത്ഭവിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് എൻ്റെ മോനും മോളെ വിവാഹം ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. കർത്താവ് അവരെ ദൈവകൃപയിൽ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒത്തിരി അനുഭവങ്ങളും എന്നിൽ ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളും ഒക്കെ എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ, 2017 എനിക്കൊരു ഡെങ്കുപ്പനി വരുവാനിടയായി തീർന്നു. അതും കൂടെ വിവരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ, 2ാമത്തെ പ്രാവശ്യം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എൻ്റെ കൗണ്ട് ഒത്തിരി താണ് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നതായ പ്രിയപ്പെട്ടവർ മരിച്ച് മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഒരു ദൂതൻ വന്ന് എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ ജീവനോടെ മുന്നോട്ട് പോകുവാനിടയായി. ഇന്നും ജീവനോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അനേക സ്ഥലങ്ങളിൽ ദൈവം അയക്കുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷിയാകുവാൻ, അനേകരുടെ ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. കർത്താവിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞ ഒരു സന്ദേശമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ മോശ ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. കാരണം അവൻ രാജാവിൻ്റെ വീട്ടിലാണ്, ഫറവോൻ്റെ രാജാവിൻ്റെ വീട്ടിൽ ഫറവോൻ്റെ മകളാണ് അവനെ വളർത്തിയത്. എന്നാൽ എല്ലാ സുഖസൗകര്യങ്ങളും കൂടെ വളർത്തിയപ്പോഴും കർത്താവിന് വേണ്ടി അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഇറങ്ങിത്തിരിപ്പാനിടയായി. ആ കാര്യമെന്ന് ദൈവം ഓർപ്പിച്ചു. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നീ എപ്പോഴും നനഞ്ഞ തോട്ടം പോലെയും, കർത്താവ് നനഞ്ഞ തോട്ടം പോലെ ഒരിക്കലും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പരാജയം സംഭവിക്കാതെ ദൈവം നനഞ്ഞ തോട്ടം പോലെ എന്നെ പരിപാലിക്കാമെന്ന്, വറ്റിപ്പോകാത്ത കിണർ പോലെ എന്നെ പരിപാലിക്കാമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നടത്തിയ ഒരുപാട് വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കർത്താവ് ശുശ്രൂഷ തന്നിട്ടുണ്ട്. കർത്താവ് അനേകർക്ക് ആശ്വാസമായി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുന്ന വിധത്തിൽ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമ്മളെന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ സമ്പാദിച്ചാലും അതെല്ലാം വിട്ടുകളഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം മാറ്റപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ വരും. പക്ഷേ അന്നൊന്നും നമുക്കൊന്നും കൊണ്ടുപോകുവാൻ കഴിയില്ല. പക്ഷേ നാം കർത്താവ് പറഞ്ഞതനുസരിച്ച് അവൻ്റെ വഴികളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും കർത്താവ് നിത്യതയിൽ നമുക്ക് വേണ്ടി ചിലത് സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. ഓരോ പ്രാവശ്യവും ഓരോ സമയത്തും ദൈവമായ കർത്താവ് എന്നെ ഓരോ നിലകളിൽ ദൈവം എനിക്ക് കർത്താവിൻ്റെ ദൂത തന്ന് അല്ലെങ്കിൽ ശബ്ദം കേൾപ്പിച്ച് എന്നെ ഇതുവരെ നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ദൈവം ഓർപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും, അവൻ എന്നെ രക്ഷിക്കും. അത് എൻ്റെ ഒരു ഉറപ്പാണ്. എൻ്റെ ഒരു നിങ്ങളും അങ്ങനെ തന്നെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവനെ ഒരിക്കലും വിടുവിക്കാതെ, ഒരിക്കലും തള്ളിക്കളയാതെ തീർച്ചയായിട്ടും കർത്താവ് വിടുവിക്കുവാൻ ശക്തനാണ്, അവൻ രക്ഷിക്കുവാൻ ശക്തനാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ അടുക്കലിരുന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വളരെ നന്നായി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവരെ, കർത്താവിന് വേണ്ടി ജീവിച്ചാൽ കർത്താവ് ഉത്തരവാദിത്വത്തോടുകൂടെ നിങ്ങളെ സഹായിപ്പാൻ ശക്തനാണെന്നുള്ള ഒരു സന്ദേശത്തോടുകൂടെ ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഘോരമാമി മരുഭൂയാത്ര
നിരന്തരമായ പ്രാർത്ഥനകളാലും നിരന്തരമായ ദൈവികമായ അനുഭവങ്ങളാലും ധന്യമാക്കപ്പെട്ട ജീവിതമാണ് സിസ്റ്റർ സൂസൻ ജോണിൻ്റേത്. അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനവുമായി സുവിശേഷത്തിൻ്റെ വയലുകളിൽ കുടുംബമായി ജീവിതം തുടരുകയാണ് സിസ്റ്റർ സൂസൻ ജോൺ. IPC കേരള സ്റ്റേറ്റ് വിമൻസ് ഫെലോഷിപ്പ് ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ സൂസൻ ജോണിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.